വയനാട്ടിൽ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിലെ പുനരധിവാസം വേഗത്തിലാക്കുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ എന്ന് പറഞ്ഞത്. ഓഗസ്റ്റ് 20 മുൻപ്, അതായത് ഈ മാസം 20 മുൻപ് വാടക വീടുകൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുനരധിവാസ പാക്കേജിൽ എല്ലാവരെയും ഉൾപ്പെടുത്തും. DNA പരിശോധനയുടെ ക്രോസ് മാച്ചിംഗ് ആരംഭിച്ചുവെന്നും മന്ത്രി അറിയിച്ചു. ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി നാളെ എല്ലാ വാർഡുകളിലും, ഈ 5 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വാർഡുകളിലെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സർവകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം, വീടിന് വേണ്ടി വാടകയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. വേഗതയിൽ നടപ്പിലാക്കണം. പക്ഷെ വേഗതയിൽ നടപ്പിലാക്കുമ്പോൾ തന്നെ ഒരു തെറ്റും പറ്റാത്ത വിധത്തിൽ പരമാവധി എല്ലാവരെയും ചേർത്ത് പിടിച്ചാകണം. ക്യാമ്പിൽ വന്നില്ല, സർക്കാർ വാടക വീട്ടിൽ താമസിച്ചില്ല എന്നുള്ളത് കൊണ്ട് സാധ്യമായിട്ടുള്ള പുനരധിവാസത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രക്രിയയിൽ അവരുടെ പേര് വരാതിരിക്കില്ല. സുഹേൽ മുഹമ്മദ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുഹേൽ, അങ്ങനെ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ സംബന്ധിച്ച് മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ ഈ ദുരന്ത മേഖലയിൽ? സുഹേൽ, ഉന്മേഷ, ദുരന്ത മേഖലയിൽ മഴ ഇപ്പോൾ ഇല്ല. ഈ ദുരന്തം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിടുമ്പോഴും നമ്മളിപ്പോഴും പ്രാമുഖ്യം അല്ലെങ്കിൽ പരിഗണന നൽകുന്നത് തിരച്ചിലിന് തന്നെയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ തിരച്ചിൽ ഏകദേശം 2 മണിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു എന്നത് എടുത്തു പറയണം. കാരണം 2 മണിക്ക് അതിശക്തമായ മഴയാണ് ഈ ഉരുൾപൊട്ടൽ മേഖലകളായ മുണ്ടക്കൈ, ചൂരൽമല ഭാഗത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല അടക്കം ഉണ്ടായത്. ഏകദേശം 5 മണി വരെ, അതായത് 3 മണിക്കൂർ നിർത്താതെ അതിതീവ്രമായ മഴ പെയ്തു. ഇതിന് പിന്നാലെ ഇരുവഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് അങ്ങേയറ്റം ഉയർന്നിട്ടുണ്ട്. ഈ ബെയിലിപ്പാലത്തിന് തൊട്ടു മുമ്പ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചൂരൽമലയും മുണ്ടക്കൈയും ബന്ധിപ്പിക്കാൻ നിർമ്മിച്ച ഒരു താൽക്കാലിക പാലമുണ്ടായിരുന്നു ഫയർഫോഴ്സിൻ്റെത്. ആ പാലം ഏകദേശം ഭാഗികമായി തകർന്നു. അത്രത്തോളം ശക്തമായ മഴയായിരുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടത് ആ പാലത്തിന്റെ ഇരുമ്പ് അവശിഷ്ടങ്ങൾക്കിടയിൽ കാലിൽ കുടുങ്ങിയ പശു അകപ്പെടുകയായിരുന്നു. 1 മണിക്കൂറിൽ നിന്റെ പരിശ്രമത്തിനൊടുവിൽ പശുവിനെ രക്ഷപ്പെടുത്തി. ഇനി രക്ഷാദൗത്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സ്വഭാവം അല്പം മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിൽ ഒരു സന്നദ്ധ സേവകരും രക്ഷാദൗത്യത്തിൽ പ്രവർത്തകരുമായി വലിയൊരു അംഗബലം ഉണ്ടെങ്കിൽ ഇന്ന് അത്രത്തോളം അംഗബലമില്ല. ഏകദേശം അവരുടെ അംഗബലം കുറഞ്ഞു വരുന്നു, എണ്ണം കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ചുരുക്കം സന്നദ്ധ പ്രവർത്തകരും അഗ്നിരക്ഷാസേനയും പോലീസും മാത്രമാണ് തിരച്ചിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരിശോധിക്കാൻ വിട്ടുപോയ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത്, ഈ വളരിമല സ്കൂളിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ പിന്നിൽ നിന്നൊരു മൃതദേഹ ഭാഗം കിട്ടിയത്, ഒരു കൈയുടെ ഭാഗമാണ് കിട്ടിയത്. അതിനപ്പുറത്തേക്ക് തിരച്ചിലിന്റെ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാറും എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം തിരച്ചിൽ ഔദ്യോഗികമായി നിർത്തില്ല എന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഒരു ത്വരിതപ്പെട്ട അല്ലെങ്കിൽ ഒരു വേഗത്തിലുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സ്വാഭാവികമായും അതിജീവിച്ച ജനതയ്ക്ക് ഇനി വേണ്ടി വരുന്നത് സാങ്കേതികമായ ചില ആവശ്യങ്ങളാണ്. അവർക്ക് വീട് വേണം, രേഖകൾ വേണം. ഇനി അത്തരത്തിലേക്കുള്ളൊരു ഫോക്കസ് ഷിഫ്റ്റിൽ കാര്യങ്ങൾ നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി കണ്ടറിഞ്ഞാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ട ആധാർ, റേഷൻ കാർഡുകളൊക്കെ നൽകാൻ അതിനനുബന്ധിച്ച് ഈ ക്യാമ്പുകൾ റവന്യൂ വകുപ്പിന്റെയും LSTയുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിന് പുറമെ പുനരധിവാസം അതെത്രയും വേഗം, താൽക്കാലിക പുനരധിവാസമാണ് ഇപ്പോൾ ത്വരിതപ്പെട്ട് നടത്താനാവുക. അതിന് എവിടെയൊക്കെ വാടക വീടുകൾ ഉണ്ട് പരിസരത്ത് തന്നെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അങ്ങനെ വാടക വീടുകളുടെ ഒരു വിവരശേഖരണമാണ് റവന്യൂ വകുപ്പ് നടത്തിയത്. അതിനോടനുബന്ധിച്ചൊരു പ്രതികരണമാണ് ഇപ്പോൾ കെ രാജൻ നടത്തിയിരിക്കുന്നത്. ഏകദേശം 20-ാം തീയതിക്കുള്ളിൽ ഇതിലൊരു തീരുമാനമുണ്ടാകും. അതിനുശേഷം ഈ തെരഞ്ഞെടുത്ത വാടക വീടുകളിലേക്ക് ഇവരെ മാറി താമസിക്കും. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കാര്യമായ ആളുകൾ, അവരൊക്കെ ബന്ധുവീടുകൾക്ക് മാറി. അതിനപ്പുറത്തേക്ക് ചില ആളുകളെ സന്നദ്ധ സേവകർ കണ്ടെത്തിയ ക്വാർട്ടേഴ്സുകളടക്കം മാറ്റിയിട്ടുണ്ട്. ഇവിടേക്ക് വേണ്ട വീട്ടുപകരണങ്ങളടക്കം ആവശ്യപ്പെട്ട് കളക്ടർ തന്നെ ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ ഈ ബാക്കി വെച്ച ചില വീടുകൾ ഇവിടെയുണ്ട്. അവിടെ നിന്ന് അവർക്ക് മിച്ചം ലഭിച്ച സാധനങ്ങളടക്കം എടുത്തുകൊണ്ടുപോകുന്ന ദയനീയ കാഴ്ച നമ്മൾ കണ്ടു. അത് ഇപ്പോൾ ഇവർ മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വാടക വീട്ടുകളിലേക്ക് കൊണ്ടുപോകാൻ ലക്ഷ്യമെന്നാണ് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ തെരച്ചിൽ ദൗത്യം ഒരു ഭാഗത്ത്, പുനരധിവാസം മറുഭാഗത്ത്. അതിനപ്പുറത്തേക്ക് ഉരുൾപൊട്ടലിനിടയാക്കിയ സാഹചര്യം പഠിക്കാൻ ഒരു ആൾട്ടർനേറ്റീവായ സ്റ്റഡിയും നടക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം, 6 അംഗ സംഘം ഇതിൽ പഠനം നടത്തുന്നു. അവരുടെ പ്രധാന ഫോക്കസ് ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായോ എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്പോൾ ബാക്കി വെച്ച ചില വീടുകളുണ്ട്. നമ്മൾ ഈ ദുരന്തം ഉണ്ടായത് മുതൽ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഇടങ്ങളിൽ ഇനി വാസം യോഗ്യമാണോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി അത് കണ്ടെത്തുക കൂടിയായിരിക്കും ഇവരുടെ പഠനത്തിന്റെ ലക്ഷ്യം. പഠനങ്ങൾ നടത്തുന്നുണ്ട്. സുഹേൽ, ഈ നാളത്തെ തിരച്ചിലിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും സുഹേൽ? നാളെയും സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും തെരച്ചിലുണ്ടാകുക. മണ്ണുമാറ്റി യന്ത്രം അടക്കം കൊണ്ടുവന്ന് ഇപ്പോൾ ഏകദേശം ഇവർക്ക് ഇവിടെയുള്ള വീടുകളുടേക്ക് ഒരു ഘടന മനസ്സിലായിട്ടുണ്ട്. മണ്ണുമൂഴിയിടങ്ങൾ എവിടേക്ക് വീടുണ്ടെന്നുള്ളത്. ഇപ്പോൾ അവർ തിരയാൻ ബാക്കിയുള്ള ചില കെട്ടിടങ്ങൾ ഈ മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം ഭാഗങ്ങളിലുണ്ട്. ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ അടക്കം ഉണ്ടാവുക. പക്ഷേ കാലാവസ്ഥ അനുകൂലമാകുക എന്നൊരു പ്രധാന ഘടകമുണ്ട്. മഴ കനത്തു കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെയാണ് മേൽമണ്ണ് ഇളകിയിരിക്കുകയാണ്. ഒലിച്ചു വന്ന മണ്ണാണ് ഇവിടുത്തെ പ്രതലം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാൽ കുത്തിയാൽ ആഴത്തിലേക്ക് കാൽ ആഴ്ന്നു പോകുന്ന രീതിയിലേക്ക് ചളി
നിറയുന്ന ഒരു സ്ഥിതി ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ തെരച്ചിൽ ദൗത്യത്തിന് അനിവാര്യമായ ഒരു കാര്യമായിരിക്കും ഉന്മേഷ്. ശരി, സുഹൈലാണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ട്. ആ മേഖലയിൽ നേരത്തെ കനത്ത മഴയായിരുന്നു എന്നാണ് അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് നൽകിയ വിവരം. അഭിജിത്ത്, മൂവാറ്റുപുഴയിൽ അതിശക്തമായ മഴയും കാറ്റും ഇടിയും മിന്നലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. സാറ എറണാകുളത്തെ ഹെവി റെയിനെ കുറിച്ച് അറിയിക്കുന്നുണ്ട്. മാർട്ടിൻ ആന്റണി കണ്ണൂരിൽ മഴയാണെന്ന് പറയുന്നു. അസ്ലഹ മലപ്പുറത്ത് വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നു. എസ്തെറ്റിക് വിത്ത് മീ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് തൊടുപുഴയിൽ ഹെവി റെയിനാണ്, ഇടുക്കി ജില്ലയിൽ എന്നുള്ളതാണ്. അങ്ങനെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ്. ഇതിൽ അഞ്ജു മാത്യു ഒരു കാര്യം പറയുന്നുണ്ട്. റിപ്പോർട്ടേഴ്സ് മറ നിറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? മഴയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ? മഴ എന്ന് പറഞ്ഞാൽ മാത്രം പോരെ എന്നുള്ളതാണ്. നമ്മൾ ലൈവായിട്ടാണല്ലോ ദൃശ്യങ്ങളൊക്കെ എത്തിക്കുന്ന പ്രേക്ഷകരിലേക്ക്. അപ്പോൾ മഴയുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൂടി റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ മാത്രം അതിനെ കണ്ടാൽ മതി. അത് അഞ്ജു ഓർക്കുമല്ലോ. ഏതായാലും ഇങ്ങനെ ഒരു ഭാഗത്ത് ശക്തമായി മഴ പെയ്യുന്നുണ്ട്. ചൂരൽമലയിൽ തെരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. നാളെയും അത് തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.